ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ഗ്രിൽഡ് ചിക്കൻ ഷവർമ ഉണ്ടാക്കിയാലോ? അപ്പോൾ പൊളിയാണ്, കിടു ടേസ്റ്റ് ആണോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾക്ക് ഷവർമക്ക് ആവശ്യമായിട്ടുള്ള ഒരു മയോണൈസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കൊരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ 1/4 കപ്പോളം വേണ്ടി വരും. നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല തിക്കാക്കി എടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ തിക്ക് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതാണ്. അതുപോലെ ക്യാബേജ് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള അതും കുറച്ച് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്കുംബർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്കൊരു കുറച്ച് ഉപ്പും അതുപോലെ ഒരു നാരങ്ങയുടെ ജ്യൂസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നാരങ്ങ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. കുറച്ച് പുളിപ്പുള്ളത് നല്ലതാണ്. അപ്പോൾ നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഞാൻ നീളത്തിൽ എല്ലില്ലാത്ത ചിക്കൻ നോക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മാത്രം 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മുളക് പൊടി അതൊരു 1.5 ടീസ്പൂൺ, പിന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടൈം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്താൽ കുറച്ച് നന്നായിരിക്കും. അപ്പം ഞാനിത് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചു. അത് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കുറച്ചൊക്കെ എല്ലില്ലാത്ത പീസൊക്കെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഇതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഷവർമയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ചിക്കൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് അടച്ചു മൂടി കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തും വരും. അതുപോലെ തന്നെ ഒന്ന് ഗ്രിൽഡായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു മൂടി വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി, അതുപോലെ ഇത് നന്നായിട്ടൊന്ന് ഗ്രിൽഡായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് കുബൂസ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുബൂസ് ഇല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ ഉള്ളിലിട്ടിട്ട് ഫില്ല് ചെയ്താലും മതിയാകും. കുബൂസാണ് ഷവർമയ്ക്ക് ഒരു പൊളി ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഇനി കുബൂസിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു മധുരവും പുളിപ്പും ഒക്കെ കൂടെ നല്ല ചേർന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ ആ കൂട്ടും വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും ഇതുപോലെ ലൈനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഷവർമ ഓരോ കടിക്കും നമുക്ക് ചിക്കൻ പീസസ് കിട്ടാൻ വിധത്തിൽ ഇതുപോലെ ലൈനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ മയോണൈസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും പൊളി ടേസ്റ്റായി. ഇനി വെജിറ്റബിൾസും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെക്കുന്നില്ല. ഇനി ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് അങ്ങ് റോൾ ചെയ്യാം. എന്നിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതൊന്ന് ലോക്കാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതാകുമ്പോൾ നല്ല സേഫായിട്ടൊരു ലോക്കാക്കി ഇരുന്നോളും. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഫില്ലിങ് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് കവർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കിഡു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടിപൊളി കിടിലം വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.